നമസ്കാരം. നിയന്ത്രണരേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അഴിമതി നാണക്കേടായിരുന്ന കാലമല്ല ഇതെന്ന് വിജിലൻസ് ഡയറക്ടർ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാലം. അഴിമതി പൊതുജീവിതത്തിന്റെ ഭാഗമായിരിക്കുന്നു. അഴിമതി തടയേണ്ട സംവിധാനങ്ങൾ പരാജയമാകുന്നു. സർക്കാരുകൾക്ക് കീഴിലുള്ള ഏജൻസികൾക്ക് മേൽ സമ്മർദ്ദമുണ്ട്. അഴിമതിക്കാരെ ജനം വെറുക്കുന്ന സാഹചര്യം ഉണ്ടാകണം എന്നാണ് നിർദ്ദേശം. ഇന്ന് നിയന്ത്രണരേഖ ഉന്നയിക്കുന്നത് ഈ ചോദ്യമാണ്: അഴിമതി എങ്ങനെയാണ് നമുക്ക് നാണക്കേടല്ലാതായത്? ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നത് പ്രശസ്ത കവി ചെമ്മനം ചാക്കോ, റിട്ടയർഡ് SP NP ബാലകൃഷ്ണൻ, BJP നേതാവ് അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള, പൊതുപ്രവർത്തക തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് വിദ്യാസംഗീത്, ഒപ്പം പ്രേക്ഷകരുമാണ്. ആദ്യം ശ്രീ ചെമ്മനം ചാക്കോ, നമ്മുടെ വിജിലൻസ് ഡയറക്ടർ തന്നെയാണ് നമ്മളോട് പറയുന്നത്. രാഷ്ട്രീയക്കാരും പറയുന്നില്ല, രാഷ്ട്രീയക്കാരങ്ങനെ പറയാനും സാധ്യതയില്ല. അഴിമതി നാണക്കേടല്ലാത്ത കാലമാണ് ഇത് എന്ന്. എങ്ങനെയാണ് നമുക്ക് അഴിമതി നാണക്കേടല്ലാതായതെന്നാണ് താങ്കളുടെ നിരീക്ഷണം? സമൂഹത്തിലെ ഒന്നോ രണ്ടോ പേര് അല്ലെങ്കിൽ ചുരുക്കം പേര് ഏതെങ്കിലും അഴിമതി ചെയ്യുകയും അത് പുറത്തു വരികയും ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര നാണക്കേടാണ്. എനിക്ക് 90 വയസ്സിൽ കയറിയിട്ട് 2 മാസമായവനാണ് ഞാൻ. എൻ്റെ ചെറുപ്പത്തിൽ അങ്ങനെ ഒരു അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനോടുള്ള പുച്ഛവും അവജ്ഞയും ഒക്കെ ഭയങ്കരമായിരുന്നു. എന്നാൽ ക്രമേണ അഴിമതി വ്യാപകമാവുകയും എല്ലാവരും തന്നെ അഴിമതിയുടെ ഗുണഭോക്താക്കളാവുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമ്പോഴേക്കും അഴിമതി നാണക്കേടല്ലാതെയായി തീരുക. അപ്പോൾ അഴിമതി വ്യാപകമാവുക എന്നുള്ളതാണ് വാസ്തവത്തിൽ അഴിമതി നാണക്കേടല്ലാതായി തീരുന്നു എന്നുള്ളതിനർത്ഥം. ഇന്നിപ്പോൾ ഒരു അഴിമതി, ഒരു കൊലപാതകം നടത്തിയതൊക്കെ ഒരു വലിയ കാര്യമൊന്നുമല്ല. അവൻ്റെ കാര്യം സാധിക്കാനായിട്ട് അധികാരം എങ്ങനെ ദുർവിനിയോഗം ചെയ്തു കഴിഞ്ഞാലും അവന് ഈ വക്രബുദ്ധികളാണ് ഇതൊക്കെ ചെയ്യുന്നത്. ആ വക്രബുദ്ധി കൊണ്ട് തന്നെ അവൻ്റെ കുറ്റങ്ങളെ ഉണ്ടല്ലോ മാറ്റിയിട്ട് അവൻ വീണ്ടും ഉയരങ്ങളിൽ പോയിരിക്കും. നമ്മുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ഒരാൾ അഴിമതി ചെയ്തിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഇപ്പോഴും അദ്ദേഹം ഉന്നതങ്ങളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ അഴിമതിക്കാരൻ തന്നെ കുറ്റത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഉന്നത സ്ഥാനങ്ങളിൽ വീണ്ടും കയറിയിരിക്കുന്നു പറയുമ്പോഴേക്കും അഴിമതി ഒന്നുകൂടി നാണക്കേടല്ലാതായി തീരുകയാണ്. അഴിമതി ഒരു ഭരണകൂടത്തിൻ്റെ മുഖമുദ്രയായിട്ട് മാറും. രാഷ്ട്രീയ നേതൃത്വങ്ങൾ അഴിമതിയിലേക്ക് പോകുമ്പോഴാണ് താഴെയുള്ളവർക്ക് അതൊരു ലൈസൻസായിട്ട് മാറും. അപ്പോൾ രാഷ്ട്രീയ രംഗത്തെ അഴിമതിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് പരിശോധിക്കുമ്പം ഒരു കാലത്ത് ഈ നാണക്കേടാണോ ഉള്ളതെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിയമത്തിനൊന്നും ഇതിൻ്റെ നിയമം കൊണ്ട് ഇപ്പം 1200 ചിലോനം കേസുകൾ കേരളത്തിൽ നിൽക്കുന്നുണ്ട്. ഒരു 10-25 കൊല്ലം എടുക്കും അതിൻ്റെ വിചാരണ കഴിയാൻ. അത് കഴിഞ്ഞ് വരുന്ന അവസരത്തിൽ കുറച്ച് ചിലപ്പോൾ കിടന്നു അപൂർവമായിട്ട് ആൾക്കാർ ജയിലിൽ പോയിന്ന് വരും. ഈ ശിക്ഷ കൊണ്ടൊന്നും ഇത് ഗുണപരമായ മാറ്റം ഉണ്ടാകാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. നിയമം അതിനൊരു പരിഹാര മാർഗ്ഗമല്ല. ഒരാൾ അഴിമതി കാണിച്ചാൽ അവൻ്റെ കുട്ടികൾ തലമുറയെല്ലാം സമൂഹത്തിൽ അപമാനിക്കപ്പെടും. അതങ്ങനെ പാരമ്പര്യമായിട്ട് തുടരും. അപ്പോൾ ഒരു നാണക്കേടുണ്ടായിരുന്നു അഴിമതി വരുന്നവർക്ക്. ഇന്നത് ഇല്ലാതായിരിക്കുന്നു. അങ്ങനെ വരുന്ന അവസരത്തിൽ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ജയപ്രകാശ് നാരായണൻ്റെ 70കളിലെ മൂവ്മെൻറ്റ് ക്യാമ്പസുകളിൽ തുടങ്ങിയപ്പോൾ അവരെന്താ ചെയ്തത്? അവരൊരു അതിക്രമത്തിനും പോയില്ല, നിയമം ലംഘിക്കാനൊന്നും പോയില്ല. അഴിമതിക്കാരനെ സമൂഹം ബഹിഷ്കരിക്കും. വെള്ളം കൊടുക്കണം, വെള്ളം കൊടുക്കില്ല. പാല് കൊടുക്കണം, പാല് കൊടുക്കില്ല. സമൂഹ മധ്യത്തിൽ അയാളുടെ കുട്ടികൾ പോകുമ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യമായിട്ട് ഒറ്റപ്പെടലുണ്ടായ അവസരത്തിലാണ് വാസ്തവത്തിൽ ബീഹാറിലെയും ഗുജറാത്തിലെയും ക്യാമ്പസുകളുണ്ട്. പിന്നെ അത് അടിയന്തരാവസ്ഥയിലേക്ക് പോയി, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ അതിൽ ഒരു കാര്യം എനിക്ക് ഏറ്റവും വലിയ ഉദാഹരണം, JP മൂവ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ അഴിമതി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ആളുകൾ 2 പേരായിരുന്നു ബീഹാറിൽ. അതിൽ പ്രധാനമായിട്ടും അവർ 2 പേരും മുഖ്യമന്ത്രിമാരായി. ലാലു പ്രസാദും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. ഒന്ന്, സമൂഹത്തിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട മാറ്റം പവർ, മണി, ഇതിനോടുള്ള ജനങ്ങളുടെ ആസക്തി വളരെയധികം കൂടി വന്നിരിക്കുകയാണ്. പവർ ഉള്ളവനും പണം ഉള്ളവനും മാത്രമേ സമൂഹത്തിൽ ഇന്ന് അംഗീകാരം കിട്ടുന്നു. അല്ലാത്ത വളരെ ചെറിയ തുച്ഛം ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈ പവർ കൊണ്ടും പണം കൊണ്ടും ഇവൻ്റെ അഴിമതിയുടെ നാണക്കേട് ഇവന് മറക്കാവുന്നവന് ഇന്നല്ലെങ്കിൽ നാളെ കൃത്യമായിട്ട് അവന് മനസ്സിലാകുന്നു. ഇന്ന് വളരെയധികം നമ്മളെല്ലാം വളരെ നല്ല സത്യസന്ധനാണെന്ന് വിശ്വസിക്കുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയുടെ പേരിലുള്ള കേസ് കോടതി കോഗ്നിസൻസ് എടുത്ത് ചാർജ് ഷീറ്റ് സ്വീകരിച്ച് വിചാരണ തുടങ്ങുന്നതിന് മുമ്പായിട്ട് മന്ത്രി ആ വിചാരണ ഫേസ് ചെയ്യാനല്ല പോയത്. പകരം എന്തെന്ന് വെച്ചാൽ മറ്റൊരു അക്യൂസിനെ കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വിജിലൻസ് ഡയറക്ടറെ സ്വാധീനിച്ച് ആ കേസ് രണ്ടാമതും അന്വേഷിച്ച് കളയാനാണ് തയ്യാറായത്. ഇപ്പോൾ വിൻസെൻ്റ് പോൾ സാറിൻ്റെ പ്രസ്താവന ആദ്യത്തെ ഭാഗം വളരെ സ്വീകാര്യമായ കാര്യമാണ്, നല്ല കാര്യമാണ്, അദ്ദേഹം തുറന്നു പറഞ്ഞു. അതുകൊണ്ട് ജനങ്ങൾ കുറേ കാര്യങ്ങൾ. പക്ഷേ രണ്ടാമത്തെ ഭാഗം ഷാനി പറയാൻ വിട്ടു എന്നാണ്, വിജിലൻസിലും പുഴുക്കുത്തുകളുണ്ടെന്ന്. ഇത്രയും കാലം വിജിലൻസിൻ്റെ ഡയറക്ടറായിരിക്കുന്ന ഉദ്യോഗസ്ഥൻ വിജിലൻസിൽ പുഴുക്കുത്തുണ്ട് എന്നല്ല പറയേണ്ടത്,
ആ വിജിലൻസിലുള്ളതായ പുഴുക്കുത്ത് ഞാൻ കരിയിച്ച് കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലെങ്കിൽ കരിയിക്കാനായിട്ട് ഞാൻ ശ്രമിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലും പൊള്ളലേറ്റു എന്ന് അദ്ദേഹം പറയണമായിരുന്നു. അത് പറയാത്തത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തക്കേടാണ്, യാതൊരു സംശയമില്ല. അവിടെ ഇരുന്നതായ പല ആളുകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പ്രഗത്ഭന്മാരായ ആളുകൾ വിജിലൻസിലിരുന്നിട്ടുണ്ട്. വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ മാത്രമുള്ളതായ ഒരുപാട് പവേഴ്സ് ഉണ്ട്. ആ പവേഴ്സ് ഉപയോഗിച്ചിട്ട് അദ്ദേഹം വിജിലൻസിനെ ആദ്യം നന്നാക്കുക. കാരണം നടക്കുന്നു ഒരു DGP ലെവലിൽ ഉദ്യോഗസ്ഥരുടെയും കൂട്ടുകെട്ട് എത്രമാത്രം ശക്തമാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ആ സ്ഥാനം ഒഴിയണം, അതാണ് ചെയ്യേണ്ടത്. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ട് ആ ഹെഡ് അതും ഒരു അഴിമതി നിരോധന വകുപ്പിൻ്റെ ചീഫായിരിക്കുക, അതിനകത്ത് അഴിമതിയുണ്ടെന്ന് തുറന്ന് സമ്മതിക്കുക, ആ അഴിമതി നിർമ്മാർജ്ജനം എനിക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാൽ അദ്ദേഹം ഉടനെ ആ സ്ഥാനം ഒഴിയാനായിട്ട് തയ്യാറാണ്. അത് അദ്ദേഹം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം കൂടി ഒഴിഞ്ഞു പോയാൽ ഒരുപാട് പേർക്ക് കൂടുതൽ സൗകര്യമായി അത് വേറെ കാര്യം. അവനവൻ്റെ കോൺഷ്യസ് ആണ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം. അവനവൻ്റെ കോൺഷ്യസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഇത് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിരുന്ന ആളുകൾ തന്നെയാണ് ഈ രീതിയിലുള്ളതായ മാനിപ്പുലേഷൻസ് നടത്തി കൊടുക്കാനായിട്ട് തയ്യാറായത്. മുമ്പൊക്കെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അപ്പോയിൻ്റ് ചെയ്യുന്ന സമയത്ത് വിജിലൻസിൻ്റെ പാനൽ പോകും. ഇന്നത്തെ ആളുകളെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് DGPക്കും അതേപോലെ ഗവൺമെൻറ്റിലേക്കും പാനൽ പോയിട്ട് സത്യസന്ധന്മാരായ ഉദ്യോഗസ്ഥന്മാരെ മാത്രമേ പോസ്റ്റ് ചെയ്യാറുള്ളൂ. ഇന്ന് അതല്ല. ഇതുപോലെ മാനിപ്പുലേഷൻ നടത്തി കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകളെയാണ് നിൽക്കുന്നത്. ഇത് നടത്തിക്കൊടുത്ത ഒരാൾക്ക് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ട് മോശമായിട്ടും പ്രൊമോഷൻ കൊടുത്തു. ഇത് വിജിലൻസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇതിന് ചുക്കാൻ പിടിച്ച ഒരു ഉദ്യോഗസ്ഥനെ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിലേക്ക് പോസ്റ്റ് ചെയ്തു. ഇതൊക്കെയാണ് നടന്നത്. ഈ ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇത് തുറന്നു പറയാൻ തയ്യാറായ, കുറച്ചെങ്കിലും അദ്ദേഹം പറഞ്ഞ പോലെ പകുതിയെങ്കിലും തുറന്നു പറയാൻ തയ്യാറായ ഒരു ഉദ്യോഗസ്ഥനോട് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടേ ഇരുന്നിട്ട് അഴിമതി എന്ന പ്രശ്നത്തിന് എന്താണ് പരിഹാരം? അഡ്വക്കേറ്റ് വിദ്യാസംഗീത്. വിൻസെന്റ് എം പോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയുമ്പോൾ അത് പറയാൻ അദ്ദേഹത്തിന് എന്ത് യോഗ്യതയുള്ളത്? ഞാൻ ഒന്നാമത്തെ കാര്യം ചോദിക്കുന്നത്, കാരണം കേരളത്തിലുടനീളം വിജിലൻസ് കോടതികളുണ്ട്, പല ജില്ലകളിലുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാം തലവനാണ് ഇദ്ദേഹം, അല്ലേ? അപ്പോൾ ഏതൊരു ഒഫൻസ് ആരെങ്കിലും ഒരു പരാതി കൊടുക്കുന്നു, ആ പരാതിയുടെ പേരിൽ കോടതി നടപടിയെടുക്കാൻ അന്വേഷണത്തിന് വേണ്ടിയിട്ട് അവർ കോടതി അത് ഫോർവേഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്നത് ഇദ്ദേഹത്തിൻ്റെ അടുത്താണ്. ഇദ്ദേഹം പറയുന്ന അന്വേഷണം നടത്താൻ പറയുന്നു. ആ അന്വേഷണം നടത്തിയിട്ട് അവർക്ക് വേണ്ട ഫേവറിസം കാണിച്ചിട്ട്, അതായത് പബ്ലിക് സെർവൻറ്റ് എന്ന് പറയുന്ന വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ 4 കാലിൽ നിന്നിട്ട് വെറും സെർവൻ്റ് ആവുന്ന വാലാട്ടുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കേരളം അധപ്പതിച്ച് പോയിരിക്കുന്നു. എനിക്ക് ധാർമ്മിക രോഷം ഉണ്ടാകും പറയാൻ. കാരണം ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരിക്കുക ഇതിന് വേണ്ടിയിട്ട് പല അധികാര സ്ഥാനങ്ങളിലും പോയിട്ടുള്ള ആളാണ് ഞാൻ. ഒരു അധികാര സ്ഥാനങ്ങളിൽ നിന്ന് പോലും ജനങ്ങൾക്ക് വേണ്ടി നീതി നൽകാൻ ഒരു ഉദ്യോഗസ്ഥർ പോലും തയ്യാറായിട്ടില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ വിൻസെൻ്റ് എം പോളിന് ഈ കാര്യം പറയാൻ യാതൊരു വോയിസ് ഇല്ല. പിന്നെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം, എല്ലാവരും ക്രിമിനൽസ് ആണെന്ന്. ഇത് പറഞ്ഞിട്ടുള്ള ഒന്നാമത്തെ ക്രിമിനൽ ഇദ്ദേഹം തന്നെയല്ലേ? അല്ലെന്ന് ഇദ്ദേഹം പറയാൻ കഴിയുമോ? ഇദ്ദേഹം ഡയറക്ടറായിട്ട് സ്ഥാനം ഏറ്റെടുത്തതിന് ശേഷം എത്ര കേസുകളിൽ അദ്ദേഹം കുറ്റപത്രം സമർപ്പിച്ച് അവർക്കെതിരെ നടപടി കൊണ്ടുപോയിട്ടുണ്ട്? ഈ സർക്കാർ ഉദ്യോഗസ്ഥർക്കായാലും വലിയ ഉദ്യോഗസ്ഥർ, ഞാൻ പറയുന്നത് ഈ പ്യൂണോ അല്ലെങ്കിൽ ക്ലർക്കായിട്ടുള്ള ആ താഴേക്കടയിലുള്ള ഉദ്യോഗസ്ഥരുടെ കാര്യമല്ല പറയുന്നത്. ഉന്നതരായിട്ടുള്ള ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാർ, ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥർ, അതുപോലെയുള്ള ഈ ഹൈ ക്ലാസ് ടീമിന് എത്ര പേർക്കെതിരെ ഇദ്ദേഹം ഒരു നടപടിയായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്? അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം പറയട്ടെ. പിന്നെ വേറൊരു കാര്യം, എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം മാറി നിൽക്കണം, അല്ലെങ്കിൽ അദ്ദേഹം ഡെപ്യൂട്ടേഷനിൽ കേന്ദ്രത്തിലേക്ക് പോകണം. എനിക്ക് കഴിയില്ല, അല്ലാതെ ഇദ്ദേഹം റിട്ടയർ ചെയ്യാവുന്ന ഈ ഒരു സമയം വന്നു കഴിഞ്ഞിട്ട് പബ്ലിക്കിൻ്റെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു പറഞ്ഞാൽ അതൊന്നും പൊതുജനം വിശ്വസിക്കാനേ പോകില്ല. അതൊക്കെ പണ്ടത്തെ കാലത്തായിരുന്നു. ഇപ്പോൾ വിൻസെന്റ് പോളിനുള്ള അദ്ദേഹം ഒരു കഴിവ് കേട്ട, ഞാനൊരു കഴിവ് കേട്ടവനാണെന്ന് അദ്ദേഹം പൊതുജനം മുൻഭാഗം പറയുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അങ്ങനെയല്ല എന്ന് നമ്മളെ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു കേസാണ് ഇതിൽ ഏറ്റവും വലുത് ബോധവൽക്കരണം. ആ ബോധവൽക്കരണ പ്രക്രിയയിൽ അത് കൈകാര്യം ചെയ്യുന്ന ആൾ പറയുമ്പം അതിന് കൂടുതൽ ശബ്ദമുണ്ട്, ജനമനസ്സുകൾ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് തെറ്റാണെന്നുള്ള അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും ഫലം ഉണ്ടാവണം. ഫലം ഉണ്ടാവും, ഫലമൊക്കെ ഉണ്ടാവും. സർക്കാർ കേൾക്കാത്ത പോലെ ആരും പ്രതികരിക്കാൻ പോലും വന്നില്ല. ഇപ്പോൾ ഇതിനെയൊക്കെ പിന്നെ വേർതിരിച്ച് അതിൻ്റെ ഗുണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കക്ഷി രാഷ്ട്രീയം നോക്കാതെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കണം. എത്രയോ ആൾക്കാർ സത്യസന്ധമായ ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ അഴിമതിയോട് എല്ലാവർക്കും വലിയ എതിർപ്പുണ്ട്. അപ്പോൾ ഒരു ജനകീയ ശക്തിയായിട്ട് ഈ എതിർപ്പിനെ മാറ്റിയെടുക്കുകയല്ലാതെ സർക്കാരിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഒക്കെ ഇത് നന്നാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നവൻ ശുദ്ധമള്ളനാണ്. അതുകൊണ്ട് ഒരു ജനകീയ ശക്തിയായിട്ട് സ്വാതന്ത്ര്യ സമരം കൊണ്ടായില്ലേ, അതുപോലെ അഴിമതിക്കെതിരായ ഒരു ശക്തി ഇവിടെ രൂപവൽക്കരിക്കുകയും അവന് പുതിയ പുതിയ ശിക്ഷകൾ വേണം. ഇപ്പോൾ ഈ വധമൊന്നും പാടില്ല. ഈ കുറ്റം ചെയ്തവരുണ്ടല്ലോ അവനൊക്കെ ജനങ്ങളാൽ അധിക്ഷിപ്തരാകണം. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ഇളവൂർ തൂക്കമിറ്റിയില്ലേ, അതുപോലെ ഈ കുറ്റം ചെയ്തവനെ ഈ തൂക്കത്തിൽ റോഡിൽ കൂടെ കൊണ്ടു നടക്കാം, അല്ലെങ്കിൽ മുക്കാലിൽ കെട്ടി അടിക്കാം,
അല്ലെങ്കിൽ കാഴ്ച ബംഗ്ലാവിൽ ടിക്കറ്റ് വെച്ച് അവൻ ഇടുക, ഇങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയ ഇത് വന്നു കഴിഞ്ഞാൽ നാണക്കേട് സഹിച്ചിട്ട് പലരും പോവുകയില്ല. രാഷ്ട്രീയ നേതൃത്വങ്ങളെ അഴിമതിയാണ് ശരിക്കും സമകാലിക മലയാളം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി, നമ്മുടെ കേരളം നേരിടുന്ന ഭീഷണി. കാരണം രാഷ്ട്രീയ നേതൃത്വം അഴിമതികൾക്ക് മുമ്പിൽ കോംപ്രമൈസ് ചെയ്യുന്നു. സാറിപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇത്രയും റിട്ടയർഡായ സാറ് കുറച്ചും കൂടി മുമ്പാണ് ഇത് ഒന്നുകൂടി പ്രതികരിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു? അന്ന് അദ്ദേഹത്തിന് പവറുണ്ട്. ആ പവറുള്ള സമയത്ത് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ കഴിയണം. നമ്മളൊരു ഭാഗത്തേക്ക് റിട്ടയർഡ് ചെയ്ത് ഒതുങ്ങിയതിന് ശേഷം പറയുന്നതിൽ എനിക്ക് വലിയ ഇതൊന്നും തോന്നുന്നില്ല. സർവീസിലിരിക്കുമ്പോൾ പത്രക്കാരെ കാണാനും പത്രപ്രസ്താവന നടത്താനും ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമേ അധികാരമുള്ളൂ. അഴിമതിക്കെതിരായിട്ട് വേണ്ട രീതിയിൽ പ്രതികരിച്ചിരിക്കുന്നതായ ഉദ്യോഗസ്ഥന്മാർ ഒരുപാടുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാൻ വിജിലൻസിലേക്ക് സർക്കിൾ ഇൻസ്പെക്ടറായിട്ട് ജോയിൻ ചെയ്യാൻ പോയ സമയത്ത് എൻ്റെ കൂടെ വന്ന ഒരാളുണ്ടായിരുന്നു. ഇതേപോലെ ട്രാൻസ്ഫറായി വന്ന് വിജിലൻസ് ഡയറക്ടറുടെ റൂമിലേക്ക് ഞങ്ങൾ രണ്ടുപേരും കയറുന്നു. എന്നെ ആദ്യം അദ്ദേഹം ഇൻ്റർവ്യൂ ചെയ്യുന്നു. യു ജോയിൻ എന്ന് പറയുന്നു. മറ്റേയാളെ പറ്റി നേരത്തെയുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ യു ഡോണ്ട് ജോയിൻ, ഗോ ബാക്ക് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആരുടെ ഓർഡറാണ്? മേലെയുള്ള ഓർഡറാണ് അദ്ദേഹം അനുസരിക്കാതിരുന്നത്. അങ്ങനെ രാജഗോപാൽ നാരായൺ സാറ്, KJ ജോസഫ്, ഗോപിനാഥൻ നായർ സാറ്, സിബി മാത്യു സാറ്, അങ്ങനെയുള്ള നല്ല പ്രഗത്ഭമായ ഉദ്യോഗസ്ഥന്മാർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ കീഴിൽ ഒഴിക്കുന്ന സമയത്ത് വിജിലൻസിനെ സംബന്ധിച്ചിടത്തോളം അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാർക്കൊരു പേടിയുണ്ടായിരുന്നു. വിജിലൻസിലെ ഉദ്യോഗസ്ഥന്മാരുടെ വണ്ടി കാണുന്ന സമയത്ത് തന്നെ അവർക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പലപ്പോഴും അഴിമതി നടത്തുന്ന ആ ഓഫീസിന് മുമ്പിൽ ഒരു വിജിലൻസിൻ്റെ ഒരു വണ്ടി കൊണ്ടുവിട്ടാൽ അന്നെങ്കിലും അവിടെ കാശ് വാങ്ങാത്ത അവസ്ഥ ഉണ്ടായിരുന്നു. നല്ല കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴെന്താണെന്ന് പറഞ്ഞാൽ വിജിലൻസിലേക്ക് പോസ്റ്റിംഗ് ഒക്കെ തന്നെ ഇതേപോലെ തന്നെ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥന്മാരെ ചിലപ്പോൾ ചൂസ് ചെയ്താണ് ഇവിടുന്ന്. നിർണായകമാകുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ സമീപനമല്ലേ? ഷുവർ. ഭരണകൂടത്തിന്റെ സംശയമില്ല. കാരണം നമ്മുടെ ഭരണഘടന പ്രകാരം പൊളിറ്റിക്കൽ ഹെഡ് എക്സിക്യൂട്ടീവ് ഹെഡിൻ്റെ വളരെ മേലെയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെതിരെ ഒരു അഴിമതി കേസ് അന്വേഷിച്ച് എല്ലാ തെളിവുകളോടും കൂടി ഗവൺമെൻറ്റിൽ പോയിട്ട് ഗവൺമെൻറ് സാങ്ഷൻ വേണം. ഗവൺമെൻറ് പറയാണ് സാങ്ഷൻ ഫോർ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വകുപ്പുണ്ട് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൽ. നിങ്ങൾ എത്ര നല്ല മെറ്റിക്കുലസ് ആയി നല്ല രീതിയിൽ അന്വേഷിച്ച് ആ കേസ് അവിടെ ചെന്ന് കഴിഞ്ഞാലും അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയായ ഗവൺമെൻറ് പറയാണ് ഞങ്ങളിതിൽ സാങ്ഷൻ തരുന്നില്ല. പിന്നെ സുപ്രീം കോടതിയിലൊക്കെ പോയി സാങ്ഷൻ വാങ്ങിച്ചായ കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ വളരെ റെയറാണ്. ഞാൻ അന്വേഷിച്ച കേസുകൾ തന്നെ പലതും സാങ്ഷൻ തരുന്നില്ല. ഇവരുടെ മാത്രമുള്ള ചോദ്യം അല്ല, എല്ലാവരോടും സർക്കാരിനോടില്ല. സർക്കാരിനോട് അഴിമതി തീരെയില്ല, മാറിയില്ല. അത് തന്നെയാണ് പ്രശ്നം. ഉദ്യോഗസ്ഥരോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് എപ്പോഴും. ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ആ സമയത്ത് പ്രവർത്തിച്ചില്ല, ഇപ്പോൾ പോലും എന്തുകൊണ്ട് വിൻസൻ പോൾ നേരത്തെ അത് ചെയ്തില്ല, ഇനി ചെയ്യുന്നില്ല, ഇറങ്ങി പോകുമ്പോൾ പറയുന്നത് എന്തുകൊണ്ട് എന്ന്. ശരിക്കും നമ്മളോട് മറുപടി പറയേണ്ടത് ഉദ്യോഗസ്ഥരല്ല, ഭരണ നേതൃത്വമാണ്. നമ്മൾ തെരഞ്ഞെടുത്തയക്കുന്ന ജനപ്രതിനിധികളും സർക്കാരും അല്ലേ? അല്ല, അത് തീർച്ചയായിട്ടുണ്ട്. അതായത് ഒരു റിപ്പോർട്ട് ഇവിടെ ഗവൺമെൻറ്റിന് ഞാൻ രണ്ടാം സ്ഥാനത്ത് നിർത്തുന്നത്. കാരണം ഒരു നല്ല ഗവൺമെൻറ് ആണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉദ്യോഗസ്ഥർ നല്ലതായിരിക്കും. അത് ഒന്നാമത്തെ കാര്യം. ഇവിടെ രണ്ടാമത്തെ കാര്യം വരുന്നത്, ഒരു കേസ് എടുക്കുമ്പോൾ, ഒരു പരാതി കിട്ടിയിട്ട് കേസ് എടുക്കാൻ പറഞ്ഞിട്ട് കോടതി വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തിട്ട് ആരെയാണ് ആ കേസ് അന്വേഷണം ഏൽപ്പിക്കേണ്ടതെന്ന് ചൂസ് ചെയ്യുന്ന ആൾ ഈ പറഞ്ഞ വിജിലൻസ് ഡയറക്ടറാണ്. ഇപ്പോൾ എൻ്റെ വിഷയത്തിൽ തന്നെ ഞാൻ ഇടപെട്ട ഭരത് ഭൂഷണിൻ്റെ ഭൂമിയുമായി അതായത് അവിടുത്തെ ഒരു ജ്വല്ലറിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ഫ്ലാറ്റ് ബിസിനസ്, ആ വിഷയത്തിൽ ഞാൻ പ്രൈവറ്റ് കംപ്ലയിൻറ്റ് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് കോടതി അത് ഇദ്ദേഹത്തിനാണ് ഫോർവേഡ് ചെയ്യുന്നത്. അതിൽ ഒന്നാം പ്രതി വരുന്നത് തൃശ്ശൂർ ജില്ലാ കളക്ടർ ജയ IAS ആണ് വരുന്നത്. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് കളക്ടറെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു DYSPനെയാണ് ഇവർ കേസിൻ്റെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്നത് ഈ സർക്കാരും പാർട്ടികളും ഉണ്ടല്ലോ, നമ്മളെ രക്ഷിക്കാൻ പോകുന്നില്ല. അത് തെളിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് ഇതിനെതിരായിട്ടൊരു ജനകീയ പ്രസ്ഥാനം തന്നെ രൂപപ്പെടുകയും ഇവരെ പ്രതിസ്ഥാനത്ത് നിർത്തി ഇവരുടെ അഴിമതികളെ രംഗത്ത് കൊണ്ടുവരികയും ചെയ്യുകയാണ് വേണ്ടത്. അതിനുള്ളൊരു പ്രസ്ഥാനം നമുക്കിവിടെ ഈ സ്വാതന്ത്ര്യ സമരം ഉണ്ടായതുപോലെ തന്നെ ഒരു അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ഉണ്ടാകുവാൻ ആര് നേതൃത്വം കൊടുക്കും? അഴിമതി വ്യാപകമാകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ ഈ സമൂഹത്തിൽ വ്യാപകമായിട്ടുണ്ട്. നമ്മൾ നേരെ ചൊവ്വേ നടക്കാത്ത കാര്യത്തിനാണ് കാശ് കൊടുത്ത് അഴിമതി ചെയ്യുന്നത്. ഈ കാശ് കൊടുക്കുന്ന ജനവും ഇതിനകത്ത് അഴിമതിക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നില്ല. കാശ് കൊടുത്തില്ലെങ്കിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കാൻ പറ്റും. ചിലപ്പോൾ നടക്കാതെ വന്നേക്കാം, ഒന്നാമത്തെ കാര്യം. പക്ഷേ തീർത്തും നടക്കാത്ത കാര്യങ്ങൾക്കാണ് വലിയ തുക മുടക്കേണ്ടി വരുന്നത്. രണ്ടാമത്തെ കാര്യം, അഴിമതി നാണക്കേട് തന്നെയാണ്. ഇപ്പം ഇന്നലെ പിടിച്ച IG കാര്യം എടുക്കൂ, സമൂഹത്തിലധികം നാണക്കേടല്ലേ. ഇവരൊക്കെ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ പലപ്പോഴും തോക്കാറുണ്ട്. ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാക്കക്കൂട്ടിൽ കല്ലിട്ട മാതിരിയാണ്. സയൻറ്റിഫിക് അപ്രോച്ച് ഒരു കാര്യത്തിനുമില്ല ഈ കന്നുകാലികൾക്ക്. ഇപ്പോൾ ബഹുമാനപ്പെട്ട അദ്ദേഹം പറഞ്ഞു 120
25 കോടി ആളുകളെ ബോധവൽക്കരിച്ച് അഴിമതി നിർമ്മാർജ്ജനം ചെയ്യണമെന്ന് പ്രാക്ടിക്കലാണോ മാഡം? നമ്മൾ നാണക്കേടെന്ന് ഇന്ന് വിചാരിക്കുന്ന കാര്യം 10 പ്രാവശ്യം ഒരാൾ ചെയ്യുമ്പോൾ അത് നാണക്കേടല്ലാതായി മാറുന്നു. കറപ്റ്റഡ് പൊളിറ്റീഷ്യൻസും കറപ്റ്റഡ് ബ്യൂറോക്രസിയും മദ്യം മയക്കുമരുന്ന് മാഫിയകൾ, മണൽ മാഫിയകൾ ഇവയെല്ലാം കൂടി കേരളത്തെ നശിപ്പിച്ചിരിക്കുകയാണ്. മാക്കിവെല്ലിയുടെ പ്രിൻസിപ്പിളാണ് ഈ രാഷ്ട്രീയക്കാരൊക്കെ ഫോളോ ചെയ്യണത്. അധികാരം അതാണ് ഏറ്റവും വലിയ മൂല്യം. അതെങ്ങനെയും പിടിച്ച് പറ്റുക, അത് വ്യാപിപ്പിക്കുക, അധികാരത്തിൻ്റെ സീമകൾ വിപുലീകരിക്കുക, പിന്നെ അത് റീറ്റെയിൻ ചെയ്യാനും എന്തും ചെയ്യാം. ആരെയും കൊല്ലാം, ബൈ എനി മീൻസ് ക്യാപ്ചർ പവർ, റീറ്റെയിൻ ഇറ്റ്, അങ്ങനെ ഭരണം കൊണ്ടുപോവുകയാണ്. രാഷ്ട്രീയം തൊഴിലാക്കണമെന്നാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. രാഷ്ട്രീയം തൊഴിലായി സ്വീകരിക്കുന്ന ആൾക്കാർ നേതാവ് നമ്മളെ പ്രശ്നം. രാഷ്ട്രീയം തൊഴിലാക്കിയിട്ട് നമ്മളെ പഠിപ്പിച്ച രാഷ്ട്രപിതാവിൻ്റെ പിന്മുറക്കാർ തന്നെ ഏറ്റവും കൂടുതൽ കരിങ്കൊടി കണ്ട മുഖ്യമന്ത്രി എന്നുള്ള റെക്കോർഡ് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ കിട്ടിയിട്ടുണ്ട്. അഴിമതി തുടച്ചു നീക്കേണ്ട അത്യാവശ്യം ആർക്കാണെന്ന് ചോദിച്ചു. അത് യഥാർത്ഥത്തിൽ അധികാരികൾക്കോ അല്ലെങ്കിൽ പോലീസിനോ അല്ല, യഥാർത്ഥത്തിൽ ജനങ്ങളുടെ തന്നെയാണ് ആവശ്യം. ഈ അഴിമതിക്കെതിരെ പ്രവർത്തിക്കേണ്ടതും ജനങ്ങൾ തന്നെയാണ്. ആദ്യം ഉണരേണ്ടത് യുവജനങ്ങളാണ്. അഴിമതി നമ്മുടെ സർക്കാരിൻ്റെ ഏറ്റവും തലപ്പത്ത് വരെ എത്തിയെന്ന് സംശയിക്കപ്പെടുന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതിന് പരിഹാരം ജയപ്രകാശ് നാരായണൻ പറഞ്ഞ പോലെ ഗംഗയിൽ വിഷം കലർന്ന താഴേക്കടയിൽ കൽക്കട്ടയിലോ പാറ്റ്നയിലോ മരുന്ന് ചെയ്താൽ പോരാ, ഗംഗോത്രിയിൽ തന്നെ ചെയ്യേണ്ടതുണ്ട്. ബോധമില്ലാത്തവരാണോ ഈ അഴിമതി ചെയ്യുന്നത് എനിക്കൊരു സംശയമുണ്ട്. ഇവർക്ക് എല്ലാവർക്കും ബോധമുണ്ട്. ബോധവൽക്കരണത്തിൻ്റെ ഒരു ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. IG-ക്ക് ബോധമില്ലാത്തതുകൊണ്ടാണോ കോപ്പിയടി നടന്നതെന്ന് എനിക്ക് സംശയമുണ്ട്. അതുപോലെ തന്നെ 500 രൂപ 1000 രൂപ പെൻഷൻ വാങ്ങിക്കേണ്ട ആവശ്യത്തിന് വേണ്ടി 500 വില്ലേജ് ഓഫീസർക്ക് കൊടുക്കണം. ഇത് വില്ലേജ് ഓഫീസർക്ക് ബോധമില്ലാണ്ടാണോ കൈക്കൂലി കൊടുക്കുന്നവന് ബോധമില്ലാണ്ടാണോ എന്ന് എനിക്കൊരു സംശയം. ബോധക്കേടാണ് അവർക്കുള്ളത്, ബോധമല്ല. അതുകൊണ്ട് ഇവിടെ ബോധം ഉണ്ടാക്കണമെന്ന് പറയുമ്പോഴത്തേക്കുണ്ടല്ലോ, അവനൊക്കെ ഈ നേട്ടം ഉണ്ടാക്കാതെ വേണ്ടെന്ന് വെക്കുവാനുള്ള ധൈര്യം അത് വേണം. അതാണ് പ്രധാനമായിട്ട് നമുക്ക് സമൂഹത്തിന് വേണ്ടി, സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി എനിക്ക് സ്വാർത്ഥ ലാഭങ്ങളല്ല ഉണ്ടാക്കേണ്ടതെന്നുള്ളൊരു മനോഭാവം, അതാണ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ വേറെ മറ്റു തരത്തിലുള്ള ദുർബോധങ്ങൾ ഉണ്ടാക്കുകയല്ല. രാജ്യത്ത് അഴിമതി വളരാൻ മെയിനായിട്ടുള്ള കാരണം ഒരഴിമതി ചെയ്യുന്ന ആളെ നമ്മൾ കണ്ടുപിടിച്ച് നിയമത്തിൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുവാണ്. നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞ് അവർ ശിക്ഷിക്കപ്പെടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, തെളിവുണ്ടോ എന്ന്. അഴിമതി വിരുദ്ധ സമരങ്ങൾ ഹൈജാക്ക് ചെയ്യപ്പെടുകയാണ് അഴിമതിക്കാരാൽ. ഈ വിരുദ്ധ സമരത്തിൻ്റെ മുൻപന്തിയിൽ അഴിമതിയുടെ അപ്പോസ്തലന്മാർ നുഴഞ്ഞു കയറുക. വളർന്നു വരുന്ന തലമുറയെങ്കിലും മൂല്യബോധമുള്ള ധാർമ്മിക ച്യുതിയാണ് ഇതിന് കാരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ കതിരിലാണ് വളം വെക്കുന്നത്. ഒരാൾ ഒരു പൊസിഷനിൽ വന്നു കഴിയുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു, അയാളെ കൊണ്ട് എന്ത് നടക്കുമെന്ന് നോക്കിയാണ് ആളുകൾ കൂടെ നിൽക്കുന്നത്. അത് ഉദ്യോഗസ്ഥനാണെങ്കിലും കൊള്ളാം, രാഷ്ട്രീയ നേതാവായെങ്കിലും കൊള്ളാം, മറ്റൊരു വ്യക്തിയാണെങ്കിലും കൊള്ളും. അഴിമതി ഇന്നൊരു ഫാഷനായിട്ട് മാറിയിരിക്കുന്നു. അഴിമതി ആരോപണം, അഴിമതിയല്ല, അഴിമതി ആരോപണം ഫാഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നേരത്തെ ഷാനി ചോദിച്ചു, അഴിമതി ആരോപണം ഉന്നയിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ആരാണ് ഉത്തരവാദിത്വം പറയേണ്ടത്, ആരെ തെളിയിക്കേണ്ടതെന്ന്. ആരും ഉത്തരം പറയുന്നില്ല. നേരത്തെ മാഡം ചോദിച്ചു, ഞാൻ ഒരു ആരോപണം ഉന്നയിച്ചു, അത് തെളിയിക്കേണ്ടത് വിജിലൻസിന്റെ ചുമതലയാണോ? ആരോപണം ഉന്നയിക്കുന്ന ആൾക്ക് വേണ്ടപ്പെട്ട രേഖകളോ കാര്യങ്ങളോ സാഹചര്യങ്ങളോ കൊടുക്കേണ്ട ചുമതല ആൾക്കില്ലേ? അതൊരു ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറുന്നില്ല. ജനങ്ങളുടെ നികുതി പണം പറ്റുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഡ്യൂട്ടിയാണ് എവിഡൻസ് കണ്ടുപിടിക്കുന്നത്. അവരുടെ ഡ്യൂട്ടിയാണ് അത്. ഇല്ല, ആരോപണം ഉന്നയിക്കുന്ന ആളുകള് കൃത്യമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണം നടത്തിയിട്ട് തെളിയിക്കേണ്ട ബാധ്യതയുണ്ട്. ആ തെളിയിക്കാൻ ഇല്ല, ആ തെളിയിക്കാൻ വേണ്ടിയിട്ട് അന്വേഷണം നടത്തുമ്പോൾ ഞാൻ ഈ എവിഡൻസ് കളക്ട് ചെയ്യണോ? അങ്ങനെ നമ്മൾ ക്ലിക്ക് ഹൗസിലേക്ക് വിളിച്ചു ചോദിക്കുകയല്ല വേണ്ടത്. അല്ലെങ്കിൽ ഓരോരോ ആൾക്കാരെയും വിളിച്ചു ചോദിച്ചിട്ട് ഇന്ന എവിഡൻസ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അത് കളക്ട് ചെയ്ത് കൊടുക്കണോ? അങ്ങനെയല്ല ചെയ്യേണ്ടത്. ജനങ്ങളുടെ നികുതി പണം പറ്റുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് ജോലി ചെയ്യാൻ തയ്യാറാവണം, അല്ലെങ്കിൽ ജനവരെ അടിക്കണം. ഇന്നത്തെ തലമുറ ഇതെല്ലാം ശരിയാണെന്ന് കണ്ടാണ് വളർന്നു വരുന്നത്. അഴിമതി എന്ന് പറയുന്ന നാണക്കേട് അല്ലാതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ശരിയാണെന്ന ഒരു ചിന്തയിലാണ് ഇന്നത്തെ തലമുറ വളർന്നു വരുന്നത്. പക്ഷേ ഇത് തെറ്റാണെന്നുള്ള ഒരു ബോധ്യത്തിൽ ചെറുപ്പം മുതൽ വളർന്നു വരുന്ന ഒരു വ്യക്തി അവൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു മാർക്ക് അനർഹമായി സ്വന്തമാക്കില്ല, അവൻ ജോലി നേടിക്കഴിഞ്ഞാൽ ഒരു ലീവ് അനർഹമായി സ്വന്തമാക്കില്ല. അപ്പോൾ ഇനിയത്തെ തലമുറയെ നമ്മൾ ഈ ഒരു ബോധ്യത്തിൽ വളർത്തുകയാണെങ്കിൽ അടുത്ത തലമുറയെങ്കിലും അഴിമതി. പരീക്ഷാ മൂല്യനിർണ്ണയം വരെ ഓർമ്മ വന്നു. ഇതിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറഞ്ഞ പോലെ സയൻറ്റിഫിക്കായിട്ട് ഈ കേസുകൾ അന്വേഷിക്കുന്ന സിസ്റ്റം അത് വേണ്ടത്ര നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലുണ്ടോ? ഇന്ത്യയിൽ 2-3 ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ 2 തുടങ്ങിയിട്ടുണ്ട്. അഴിമതി നിരോധിക്കാൻ. അല്ല, അഴിമതിയല്ല, അഴിമതിയെ സംബന്ധിച്ചുള്ള തെളിവുകളുടെ ഇപ്പോൾ തെളിവുകൾ ഈ കുട്ടി തന്നെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഈ വക്കീൽ തന്നെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇത് കംപ്ലൈൻറ്റ് കൊടുത്തു. ഒരു കംപ്ലൈൻറ്റ് കൊടുത്താൽ ഇന്നത്തെ ഏറ്റവും ലേറ്റസ്റ്റായ സുപ്രീം കോടതി റൂളിംഗ് പ്രകാരം
അനുസരിച്ചിട്ട് കോഗ്നിസൻസ് ഉടനെ എടുക്കണം. ഡിസ്ക്രിഷൻ പോലീസില്ല, കേസ് എടുത്തേ തീരൂ, മാൻഡേറ്ററിയാണ്. അത് കേരളത്തെ പോലൊരു ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട്. അപ്പോൾ കേസ് കൊടുക്കുമ്പോൾ ഒരു പരാതി കൊടുത്ത ഒരുത്തൻ അവൻ പിന്നെ ക്രൂശിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടോ. രണ്ടാമത് സാറ് പറഞ്ഞ ചെമ്മന ചാക്കോ സാറ് പറഞ്ഞതുപോലെ ഈ പവർ പൊളിറ്റിക്സിന് മുകളിൽ ഒരു വലിയ ശക്തിയുണ്ട്. ഇപ്പോൾ ഗാന്ധിജി പൊളിറ്റീഷ്യനല്ല, പക്ഷേ ഗാന്ധിജി പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ പ്രശ്നത്തിലും. അപ്പോൾ അഴിമതിയെ സംബന്ധിച്ചിടത്തോളം വരുമ്പം ഇത് സുമാർ അഴീക്കോട് സാറ് അതിൽ ഏത് രാഷ്ട്രീയക്കാരായാലും മുഖത്ത് നോക്കിയിട്ട് ഇത് പറയും. ഈ പറയുന്ന ഇത്തരത്തിലുള്ള ഒരു ധാർമ്മിക ശക്തി ഉണ്ടാകുന്ന അവർ പറഞ്ഞ ജനങ്ങൾ കേൾക്കും. അത്തരം ഒരു ധാർമ്മിക ശക്തി സംഘടിപ്പിച്ചു വന്നാൽ ഏത് രാഷ്ട്രീയക്കാരനും നാളെ എ ആയാലും ബി ആയാലും സി ആയാലും ആ നേതാവല്ല പാർട്ടി ഇവരുടെ ജനകീയ വികാരം വരുന്ന അവസരത്തിൽ ആ JP മൂവ്മെൻറ്റ് ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞു, ഞാൻ രാഷ്ട്രീയക്കാരനെ മാറ്റി വെച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഭയപ്പെടുത്തുണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് സഹായമായിരിക്കും. ആ നിലക്കുള്ള അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജനങ്ങളുടെ ബോധവൽക്കരണം എന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാതെ 125 കോടി ആളുകൾ ഒന്നിക്കലല്ല. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, പവറിലുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിൻ്റെ പ്രൊട്ടക്ഷൻ കിട്ടുമ്പോൾ മാത്രമാണ് ഉദ്യോഗസ്ഥന് ഇത് ചെയ്യാൻ ധൈര്യം ഉണ്ടാവും. അതിൽ ഈ പോലീസും വിജിലൻസ് കേസിൽ ഉള്ള ഓഫീസർമാർ പിന്നെ അഴിമതി കേസിൽ പ്രതികളാക്കപ്പെട്ട അല്ലെങ്കിൽ അതിനേക്കാൾ ഹീനമായി കുറ്റം ചെയ്ത 6-7 കേസ് കേരളത്തിലുണ്ട്. അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അവസാനമായി എന്താണ് പരിഹാരം ശ്രീ ബാലകൃഷ്ണൻ? പരിഹാരം ഒരു ഇമ്മീഡിയറ്റ് പരിഹാരം എന്നുള്ള രീതിയിൽ ഒന്ന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു കോൺഷ്യസ് ഉണ്ടാകണം. അത് വലിയ ഒരു വൈഡായിട്ട് വേണം, അല്ലെങ്കിൽ അത് യുഗങ്ങൾ കൊണ്ട് നടക്കുമെന്നല്ല ഞാൻ പറയേണ്ടത്. ഇവിടെ തന്നെ പൊതുജനങ്ങൾക്ക് അഴിമതിയിൽ ഇടപെടാൻ പറ്റിയതായ വളരെ വ്യക്തമായ നിയമങ്ങളുണ്ട്. 2004 പാസ്സാക്കിയിരുന്ന റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. ഒന്ന്, നമുക്ക് ഏത് ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടും, യു ക്യാൻ ഇൻസ്പെക്ട് ദ ഫയൽ എന്ന് പറയുന്നതിനകത്ത് വിശ്വസിക്കാൻ പോകണ്ട. കാരണം ഞാൻ പൊതുമരാമത്ത് ചെയർപേഴ്സൺ ആയിട്ടിരിക്കുമ്പോൾ ഞാൻ നടന്ന് റോഡിന്റെ പണി ഞാൻ നടത്തിക്കൊണ്ടിരിക്കില്ല, ഇവിടെ വന്നിട്ട് സാമ്പിൾ എടുത്തിട്ട് പോയിട്ടുണ്ട്. ആ സാമ്പിൾ വാനിഷ് ആയി പോയി. കാരണം അതിലെ മെയിൻ പ്രതികാരായിരുന്നു കോൺഗ്രസ്. അപ്പൊ ഒന്നും നടന്നില്ല, നടക്കില്ല. അതില് സർട്ടിഫൈഡ് സാമ്പിൾ എടുത്തിട്ട് വിശ്വസിക്കണം. സർട്ടിഫൈഡ് നടക്കില്ല. 5 വർഷം ഞാൻ ഫൈറ്റ് ചെയ്താണ്. സർട്ടിഫൈഡ് സാമ്പിൾ നിങ്ങൾക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥൻ എടുത്ത് തന്ന് സീൽ ചെയ്ത് തന്നു കഴിഞ്ഞാൽ ഇതിൽ ആവശ്യമായ സിമെൻറ്റ് ചേർത്തില്ല, അല്ലെങ്കിൽ ഇന്ന റോ മെറ്റീരിയൽ ചേർത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പരാതിയുമായി നിങ്ങൾ വിജിലൻസിലേക്ക് പോകണം. അല്ലെങ്കിൽ വിജിലൻസ് കോർട്ടിൽ നേരിട്ട് പോകണം. കോർട്ട് അത് കെമിക്കൽ ആൻസ് അയക്കുകയും ചെയ്യും, അതിനകത്തുള്ളതായ അപാകത കണ്ടുപിടിക്കുകയും ചെയ്യും. പിന്നെ ഞാനീ പറഞ്ഞ മാതിരി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ചെറിയ ചെറിയതായ ദോഷങ്ങളൊക്കെ ഉണ്ടാവും, അത് ജുഡീഷ്യറിയിലുണ്ട്. വിവരാവകാശ നിയമം മറ്റൊന്നുകൂടി പറയാം, സേവനാവകാശ നിയമം എന്ന് പറയുന്ന നിയമമുണ്ട്. ഏതെല്ലാം ഓഫീസിൽ എന്തെല്ലാം സേവനങ്ങൾ കിട്ടുമെന്നും ആ സേവനം ഏത് സമയത്തിന് കിട്ടണമെന്നും നിങ്ങൾക്ക് അവകാശമുണ്ട്. ഈ തരം കാര്യങ്ങൾ കൊണ്ടുവരിക. 5ാം ക്ലാസ് മുതൽ സേവനാവകാശവും വിവരാവകാശ നിയമവും അതുപോലെ അഴിമതിയുടെ കാര്യങ്ങളും ഒക്കെ തന്നെ പാഠപുസ്തകത്തിൽ ഭാഗമാക്കുക. എനിക്ക് തോന്നുന്നു ഏതോ ഒരു സംസ്ഥാനത്തിൽ മാത്രമേ ഇത്തരം കാര്യങ്ങൾ പാഠപുസ്തകത്തിൽ കൊണ്ടുവരാം. ഒരു ജനപ്രതിനിധി എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിലും ഞാൻ ഈ വിഷയത്തിനെ പഠിച്ചിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ഇരിക്കുന്ന വിജിലൻസ് കോടതികൾ വെറുതെയാണ്, ഒരു കാര്യമില്ല അവരെ കൊണ്ട്. അതായത് ഒരു അന്വേഷണം നടത്തിയിട്ട് പ്രോപ്പറായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ച് കഴിഞ്ഞാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇന്ത്യയിൽ ശക്തമായിട്ടുള്ള ഇന്ത്യൻ പീനൽ കോഡ് ഉണ്ട്. ഈ വിജിലൻസ് കോടതികൾ അബോളിഷ് ചെയ്തിട്ട് കൃത്യമായിട്ട് ഈ അഴിമതി നിരോധന നിയമത്തിന്റെ വകുപ്പുകൾ ഇതിലേക്ക് ഇംപ്ലീഡ് ചെയ്തിട്ട് ഇവിടെ അമെൻമെന്റ് വരുത്തിയിട്ട് ഇതിൽ കയറ്റി കഴിഞ്ഞിട്ട് ശക്തമായിട്ട് അതുവഴിക്കിട്ട് നടക്കട്ടെ കാര്യങ്ങൾ. വിജിലൻസ് കോടതികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരെയും അതുപോലെ തന്നെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയും സംരക്ഷിക്കാൻ വേണ്ടി ബുദ്ധിപൂർവ്വം രാഷ്ട്രീയക്കാരുണ്ടാക്കിയിട്ടുള്ള സാധനം അത്. അപ്പോൾ അത് ആദ്യം അബോളിഷ് ചെയ്യും. അവസാനമായി ശ്രീ ചെമ്മന ചാക്കോ, അവസാനത്തെ ചോദ്യം അങ്ങയോടാണ്. എന്ന് വെച്ചാൽ ചർച്ച തുടങ്ങുമ്പോൾ ഉണ്ടായിരുന്ന അഴിമതിയുടെ കാര്യത്തിലുള്ള നിരാശയിൽ തന്നെയാണോ ഇത് അവസാനിക്കുന്നതെന്നാണ്? നിരാശയിൽ തന്നെയാണ്, പക്ഷേ ബോധവൽക്കരണം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായിട്ട് വന്നത്. അതുകൊണ്ട് ഇതൊരു നല്ല ബോധവൽക്കരണ അവസരമാണ്. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. അഴിമതിയാൽ നിരാശ ബാധിച്ച ഒരു സമൂഹമായി നമ്മൾ മാറുന്നുണ്ടോ എന്ന ചോദ്യം സ്വയം ചോദിക്കാൻ ഇനി സമയമേറെയില്ല എന്നുള്ള ഓർമ്മപ്പെടുത്തലുകളാണ് ചുറ്റുപാട് നിന്നും ഉണ്ടാകുന്നത്. അഴിമതിയോട് അത്രമേൽ പൊരുത്തപ്പെട്ടു പോകുന്ന ഒരു ജനതയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാനും അവകാശമുണ്ടാകില്ല എന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ നമ്മുടെ ചർച്ച എന്ന് മാത്രം പങ്കുവെച്ചുകൊണ്ട് നിയന്ത്രണം പൂർണ്ണമാകുന്നു. നമസ്കാരം.